എത്തിയിട്ടുള്ളത് വളരെ പ്രശസ്തവും നൂറ്റാണ്ടുകളുടെ പഴക്കവും ചെന്ന ഇരട്ടപ്പള്ളി എന്നറിയപ്പെടുന്ന രാമപുരം സെൻറ് അഗസ്റ്റിൻസ് പള്ളിയിലാണ്. കുഞ്ഞച്ചൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടത് തന്നെയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരുടെ ആത്മീയവും കാലികവുമായ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ച ഒരു ഇന്ത്യൻ പുരോഹിതൻ. 1891 ഏപ്രിൽ 1 രാമപുരത്ത് അഗസ്റ്റിൻ ജനിച്ചത്. കുഴമ്പിൽ തറവാട്ടിലെ ഒരു ശാഖയായ തേവർപ്പടമ്പിലാണ് കുഞ്ഞച്ചൻ ജനനം. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി വരാപ്പുഴയിൽ പുത്തൻപള്ളി സെമിനാരിയിൽ ചേർന്ന് പഠിച്ചു. 1915 ജൂലൈ 16 വൈദികനായി. ഉയരം വളരെ കുറവായതിനാൽ കുഞ്ഞച്ചൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സ്നേഹത്തോടെ എല്ലാവരും കുഞ്ഞച്ചൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാർഷിക രംഗത്തെ മുറുകെ പിടിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. കുട്ടനാട്ടിലെ കർഷകർ വിളവെടുപ്പിന് മുന്നായും കാര്യങ്ങളും അറിവും തേടിയിരുന്നതും അനുഗ്രഹങ്ങൾക്കായി ചെന്നിരുന്നതും ഉപദേശങ്ങൾ നേടിയിരുന്നതും കുഞ്ഞച്ചൻ്റെ അടുത്തായിരുന്നു. ഇന്ത്യയിലെ ദളിതർക്കിടയിലെ പ്രമുഖ മിഷണറിയിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ പ്രസംഗിച്ചു. പാവങ്ങൾക്ക് വേണ്ടി വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു കുഞ്ഞച്ചൻ. ഗുരുതരമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം 1973 ഓഗസ്റ്റ് 16 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൂരദിക്കിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സന്ദർശിക്കാനായി അനേകായിരങ്ങൾ ഒഴുകിയെത്തിയിരുന്നത്. അദ്ദേഹം മരിച്ച ഓഗസ്റ്റ് 16 ഇവിടുത്തെ തിരുനാളായി വിശ്വാസികൾ കൊണ്ടാടുന്നത്. 2006 ഏപ്രിൽ 30 സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിൽ കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ജോലി ചെയ്തതും അദ്ദേഹത്തിൻ്റെ കബറിടം കുടികൊള്ളുന്നതും അതേ ഗ്രാമത്തിൽ തന്നെയാണ് രാമപുരം. ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടാനായി ഓടിയെത്തുന്നത്. അനേകായിരം അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ സാക്ഷ്യവും നിരവധി തന്നെ. കബറിടം ഒന്ന് കാണാനും അദ്ദേഹത്തെ കണ്ടൊന്ന് വണങ്ങി അനുഗ്രഹങ്ങൾ തേടാനുമായി ജനാധിജനങ്ങളാണ് ദിവസവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആയ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും വിശിഷ്ട വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മ്യൂസിയമാണിത്. 9 വർഷത്തോളം അദ്ദേഹം താമസിച്ചിരുന്ന മുറി കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. 9 വർഷത്തോളം താമസിച്ച മുറിയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഉൾപ്പെടുത്തിയ ഈ മ്യൂസിയം ഇന്നും നിശബ്ദമായി മാറിയിരിക്കുന്നു. ചെറിയൊരു പ്രാർത്ഥനാ സ്ഥലം കൂടിയാക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേരകൾ, മേശകൾ, അദ്ദേഹത്തിൻ്റെ തിരുവസ്ത്രങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ, അദ്ദേഹം വായിച്ചിരുന്ന പുസ്തകങ്ങൾ, അദ്ദേഹത്തിനായി വന്നിരുന്ന എഴുത്തുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്ന കുറേ വിലപ്പെട്ട വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. വിലപ്പെട്ട കുറേ തിരുശേഷിപ്പുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ പേടി മാറുന്നതിനും പരീക്ഷാ സഹായം വിജയത്തിനായുള്ള സഹായം നേടാനും ഇവിടെ ഓടിയെത്തുന്നുണ്ട്. ആ വരുന്ന കുഞ്ഞുങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഞാനും എത്തിയിട്ടുണ്ട്. കുഞ്ഞച്ചൻ്റെ ഖബറിടത്തിൽ വണങ്ങാനും മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണുവാനും പ്രാർത്ഥനാ നിർഭരായി ഇരിക്കാനും. രാമപുരത്തെ ഇരട്ട സമുച്ചയത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ പള്ളിയും പരിശുദ്ധ കന്യകയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന വലിയ പള്ളിയും കൂടെ അടങ്ങിയിരിക്കുന്നു. സെൻറ് അഗസ്റ്റിൻ സമർപ്പിച്ചിരിക്കുന്ന
പള്ളിയിൽ 1450 വർഷം പഴക്കത്തിൽ നിലനിൽക്കുന്നു. പഴമയുടെ കോട്ടം തട്ടാതെ ഇന്നും ചെറിയ പള്ളിയും വലിയ പള്ളിയും ഒരുപോലെ നിലനിൽക്കുന്നു. സൗകര്യക്കുറവ് മൂലം 2 പള്ളികളുടെയും പിന്നിലായി വലിയ പള്ളി തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്ന് എന്നാണ് ഇപ്പോൾ സെൻറ് അഗസ്റ്റിൻ ഫൊറോന ചർച്ച് രാമപുരം പള്ളി അറിയപ്പെടുന്നത്. ശില്പസുന്ദരമായ പള്ളി. 1950 പള്ളിയുടെ തറയ്ക്കുള്ള പണി തുടങ്ങിയെങ്കിലും 10 വർഷത്തിന് ശേഷം നീണ്ടു നിന്നതിന് ശേഷമാണ് പള്ളി പൂർത്തീകരിച്ച് കിട്ടിയത്. 2019 ജനുവരി 13 പള്ളിയുടെ വെഞ്ചിരിപ്പ് നടത്തിയത്. മുഖവാരം പോർച്ചുഗീസ് ശൈലിയിലും മോണ്ടിടം ഗ്രീക്ക് ആർട്ടിലും ഗോപുരങ്ങൾ ഗോത്തിക് ആർട്ടിലും തോറ ബൈസ്റ്റാൻഡ് ആർട്ടിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാഞ്ചുറിയിലാണ് തോറ സ്ഥാപിച്ചിരിക്കുന്നത്. തോറയുടെ അർത്ഥം ബലിപീഠത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു, സ്വർഗം ഈ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നു എന്നതാണ് തോറ എന്ന വാക്കിൻ്റെ അർത്ഥം. വളരെ ഭംഗിയോടും കണ്ണിന് നല്ല കുളിർമയോടും കൂടെ രീതിയിലാണ് ഇവിടുത്തെ ശില്പശൈലികൾ ഒരുക്കിയിരിക്കുന്നത്. പേർക്കോളം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിൽ സംഗമിക്കാനുള്ള സൗകര്യം ഈ ദേവാലയത്തിനുള്ളിൽ തന്നെയുണ്ട്. ഈ ദേവാലയത്തിന് 235 അടി ഉയരമുണ്ട്. 200 അടി നീളവും 90 അടി വീതിയുമാണുള്ളത്. 350 വർഷത്തോളം പഴക്കമുള്ള തേക്കിൻ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ ആനവാതിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. രാമപുരംകാർക്ക് എന്നും അഭിമാനമായും ആകാശമുട്ടെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുകയാണ് ഈ പള്ളി.